ഈ മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്കാണ്. നിലമേലിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഷോക്ക് അബ്സോർവർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിലായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. വാഹനത്തിന്റെ മോശം അവസ്ഥ വെളിവാക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തുമെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഡിഫറൻഷ്യൽ യൂണിറ്റോട് ചേർന്നുള്ള രണ്ട് ഷോക്കുകളിലോ ഒന്നിന്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്, അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു ഇംപ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ബസ്സാണ്. 12-13 വർഷം പഴക്കമുള്ള ബസ്സാണ്. ആ ബസ്സിന്റെ ഷോക്ക് ഓബ്സർ ആണ് ആ ഭാഗത്ത് ഒരു ഇരുമ്പിന്റെ ഒരു കമ്പിയും അതുപോലെ തന്നെ ഒരു കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ആ വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല. കാര്യം ഈ കുട്ടികളെ ഒക്കെ തന്നെ ബസ് ഫീസ് വാങ്ങിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു ബസ് പുറത്തിറക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസ് നടത്താനുള്ള ഒരു ബാധ്യത കൂടി സ്കൂൾ അധികൃതർക്ക് കാട്ടേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അപകടം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം ഈ ഷോക്ക് അബ്സോർവറിന്റെ പ്രശ്നം മൂലമല്ല, അത് ബ്രേക്ക് നഷ്ടമായത് മൂലമാണ്. അത് എന്തുകൊണ്ടാണ് ബ്രേക്ക് നഷ്ടമായതെന്ന് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള പരിശോധന എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നടത്തും.